ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ നാട്ടിലെത്തിയിട്ടോ. എടപ്പള്ളിലാണ് ആദ്യം പോയത്. നമ്മുടെ കാത്തുക്കുട്ടി മൊബൈലും ഒക്കെ വെച്ചിട്ട് ഇരിക്കുക കേട്ടോ. തലകുത്തിയൊക്കെ ഇരുന്നാണ് കാണുന്നത്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് അറിയണില്ല. ഞങ്ങൾ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു നാണമൊക്കെ ആട്ടോ. അത് കഴിഞ്ഞൊക്കെ ഇണങ്ങി വരുള്ളൂ. പിന്നെ എൻ്റെ ഒപ്പം കളിക്കാനൊക്കെ തുടങ്ങും. ഓരോ ടോയ്സൊക്കെ എടുത്തിട്ടുണ്ടോയെന്ന് നമ്മളെ കാണിക്കും. അവളുടെ ഒപ്പം കളിച്ചോളണം നമ്മൾ. അങ്ങനെയാണ്. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യണം. ഇതാ ചാടി ചാടി പോണണ്ട, ഭയങ്കര ചാട്ടമാണ് ആള്. അമ്മയും അച്ഛനും ചിറ്റയും കൂടി എന്തൊക്കെയോ ഗൗരവമേറിയ ചർച്ചകളിലാണ് കേട്ടോ. ഇവരിങ്ങനെ ഇരിക്കും. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ വന്നിരുന്ന് വർത്താനമാണ്. ഇങ്ങനെ ലോകവിശേഷവും നാട്ടുവിശേഷവും ഒക്കെ പറയും. ഒരു നേരം പോക്കാണ് അവർക്കത്. അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്കും ഇതാ നമ്മുടെ കാത്തുക്കുട്ടി എന്നെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും കേട്ടോ. നമുക്ക് പുറത്ത് പോകാം ആൻറ്റി എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ മുറ്റത്ത് ഇറങ്ങി. മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര എന്താ പറയുക, കാട് പിടിച്ച് ഇങ്ങനെ കിടക്കും കേട്ടോ. ചെടികളൊക്കെ ആണെങ്കിലും വെട്ടാനൊക്കെ ആളെ കിട്ടാനും പാടായി മഴയൊക്കെ വരുമ്പോഴേ. അത് കാരണം ഭയങ്കര കാട് പിടിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വന്നതിലൊക്കെ ഒത്തിരി കാട് പോലെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഫാഷൻ ഫ്രൂട്ടും അച്ഛൻ പടത്തിയിട്ടുണ്ട്. ഇഷ്ടംമാരെ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതൊക്കെ പഴുത്ത് കിടക്കിയിരിക്കുന്നു. പക്ഷേ അച്ഛൻ പറയണത് മൂത്തക്കില്ല, മൂക്കുമ്പോൾ അതിൻ്റെ കളറ് മാറും എന്ന് പറയണത്. ചെറിയ റെഡിഷ് കളർ വരുമെന്ന്. കുറേ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഇടയിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇടയിലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. നല്ലൊരു രസമല്ലേ നമ്മുടെ വീട്ടിലിങ്ങനെ കായ്കളൊക്കെ ഉണ്ടായി കിടക്കുന്ന കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നതും ചെടി നടന്നതും ഒക്കെ. കാരണം ഞാൻ എന്നോ വീട്ടിൽ പോകുമ്പോഴും ഒരു റൗണ്ട് മുറ്റത്തൂടി നടന്ന് ചെടികളൊക്കെ ഇങ്ങനെ നോക്കും കേട്ടോ. പറ്റിയ ഞാൻ ഓരോന്നൊക്കെ ഒടിച്ച് ബാംഗ്ലൂർക്ക് കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ ചിറ്റാട് വീട്ടിൽ പോയിട്ടോ. കുറച്ച് നേരമല്ലേ ഉള്ളൂ, അപ്പോൾ എല്ലായിടത്തും കയറണ്ടേ. അങ്ങനെ അവിടെ ചെന്ന് സേതുവും രാഖി, ഇത് നാത്തൂനാണ് രാഖി, അവർക്കും ഉണ്ട് ഒരു യൂട്യൂബ് ചാനൽ, നിസ്സാരം ബൈ രാഖിന്ന്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടിങ് കേട്ടോ ചാനലിന് വേണ്ടിയിട്ട്. എൻ്റെ വീഡിയോക്ക് ലൈക്ക് കമൻ്റൊക്കെ അവരിടും. അവരുടെ വീഡിയോക്ക് ഞാനും ലൈക്കും കമൻറ്റും ഒക്കെ ഇടും. അവരുടെ മോളാണ് ലച്ചുക്കുട്ടി. അലച്ചൻ എന്താ നിൽക്കണു. അലച്ചൻ അച്ഛൻ്റെ ആകെയുള്ളൊരു ബ്രദറാട്ടോ. ഇത് രണ്ടുപേരാ, സിസ്റ്റേഴ്സ് ഒന്നുമില്ല. തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. നമ്മൾ രണ്ട് വീടാണെങ്കിലും ഒരു വീട് പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യലും. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ കഴിക്കാൻ എടുത്തുകൊണ്ട് വരികയാണ്. പഴംപൊരി ആയിരുന്നു കേട്ടോ. കുറച്ച് സമയം കിട്ടുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഇളച്ചൻ എവിടെയോ പോവാം. ഇതാണ് സേതു, എൻ്റെ അനിയൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പണ്ടപ്പള്ളിക്ക് പോയി. രാത്രിയായിരുന്നു പണ്ടപ്പള്ളിയിലെത്തിയപ്പോൾ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പോരുകയും ചെയ്തു. അപ്പോൾ പോരാൻ ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് മഴയൊക്കെ കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ചെടിപ്രാന്തുണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി, മൊബൈലൊക്കെ ഇട്ട് ഇറങ്ങി ചെടിയൊക്കെ നോക്കുക കേട്ടോ. അവിടെ ഇതുപോലെ ഒത്തിരി ചെടികൾ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടൊക്കെ നടക്കുകയാണ്. മഴ ആയതുകൊണ്ട് അത്ര എനിക്ക് പുറത്തിറങ്ങാൻ അങ്ങനെ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ റെഡിയായി പോരാൻ ഇറങ്ങിയപ്പോൾ കുറച്ച് മഴ തോർന്നു. ആ തക്കത്തിന് ഞാൻ പോയി വീഡിയോ എടുത്തതാട്ടോ. ഇതൊക്കെ എന്താ വെച്ചാൽ കാണാത്ത തരത്തിലുള്ള ചെടികളാണ്, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെയാണിത്. ഇവിടെ പക്ഷേ അകത്തൊന്നും വെക്കില്ല കേട്ടോ, എല്ലാം പുറത്തേ വെക്കുള്ളൂ. നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ടല്ലോ. ഞാൻ പറ്റിയ അതിൽ നിന്നൊക്കെ ഓടിച്ചുകൊണ്ടൊക്കെ പോരും കേട്ടോ. ബാംഗ്ലൂർ പക്ഷേ കുട്ടൻ്റെ ആണ്, പക്ഷെ അധികം പിടിക്കില്ല. അവിടുത്തെ ചെടി ഇവിടെയും പിടിക്കില്ല, ഇവിടുത്തെ ചെടി അവിടെയും പിടിക്കില്ല. അങ്ങനെയാണ്. കാലാവസ്ഥയുടെ വ്യത്യാസവും മണ്ണിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാ പണ്ടത്തെ നമ്മുടെ ഒരു നക്ഷത്രച്ചെടി. പണ്ടൊക്കെ എല്ലാ വീട് വഴി ഉണ്ടാവും ഈ ചെടികളൊക്കെ. അപ്പോൾ അതൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്, ട്രെൻഡായിട്ട് വരുന്നുണ്ട്. റംബൂട്ടാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ റംബൂട്ടാൻ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ടായുള്ളൂ. ഇത്തവണ ചെന്നപ്പോൾ കായൊക്കെ തീരാറായി. അപ്പോൾ അമ്മച്ചി ഇടന്നോ മോളിൽ നിന്നൊക്കെ പറിച്ച് തരുക. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു തീരാറായി, അതുകൊണ്ടായിരിക്കാം നല്ല മധുരം. ഞാൻ ഒരെണ്ണെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ കടകളിലൊക്കെ ഇഷ്ടമാരെ കിട്ടുന്നുണ്ട്. മൂവാറ്റുപുഴയിലൊക്കെ എല്ലാ വീട് വഴിയും ഉണ്ട് ഈ റംബൂട്ടാൻ. അത് ഇപ്പോഴാട്ടോ ഇതിൻ്റെയൊക്കെ ട്രെൻഡായേക്കുന്നത്. പണ്ടൊന്നും ഇങ്ങനെ റംബൂട്ടാൻ മരമൊന്നും ഇല്ല. ഇപ്പോൾ അത് എന്താ പറയുക, ഭയങ്കര വിലയാണ്. അതനുസരിച്ച് എല്ലാവരും നട്ടും പിടിപ്പിക്കുന്നുണ്ട്. ഇവിടെ 2 മരമുണ്ട് കേട്ടോ. പിന്നെ മുകളിലൊക്കെ കായ കിടപ്പുണ്ടായിരുന്നു. താഴെയുള്ളതൊക്കെ അവരൊക്കെ പറിച്ച് തിന്നു തോന്നുന്നു. ഇതാ നല്ല കാണാനും നല്ല ഭംഗിയല്ലേ.
ചുവന്ന് ഇത് നല്ല ചുമപ്പാവുമ്പോഴാട്ടോ ടേസ്റ്റ്. ഇതിപ്പോൾ അധികം ചുമന്നിട്ടില്ല. അമ്മച്ചി ഇതാ വലിയ തോട്ടിയൊക്കെ എടുത്ത് പറിക്കിയത്. നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ അമ്മച്ചി പറമ്പിൽ കൂടിയൊക്കെ നടന്ന് കിട്ടാവുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് തരും നമുക്ക്. കാറില്ലാത്തതുകൊണ്ട് ഇത്തവണ അധികം ലഗേജ് കൊണ്ടുവരാനും പറ്റിയില്ല. എന്നാലും അത്യാവശ്യം കുറേ വെച്ചൊക്കെ പറിച്ചു തന്നു. എടപ്പള്ളിക്കും കൊടുത്തേര് എന്നൊക്കെ പറഞ്ഞിട്ട്. കറിവേപ്പിലയും ഞാൻ കൊണ്ടുവന്നു കേട്ടാ. ഇത് എന്താണ് കാന്താരി മുളക് പറമ്പിൽ മൊത്തം ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ മുളച്ച് കിടപ്പുണ്ട്. പേരക്കായൊക്കെ ഉണ്ടായിരുന്നു. അത് സമ്മർ കഴിഞ്ഞ കാരണം ഇതൊക്കെ എല്ലാം തീരാറായി. സമ്മറിലല്ലേ ഇതൊക്കെ ഉണ്ടാവണേ, പേരക്ക, മാങ്ങ, റംബൂട്ടാൻ ഒക്കെ. അപ്പം ഞങ്ങൾ സമ്മറൊക്കെ കഴിഞ്ഞത് നമ്മുടെ പഴയ വീടാട്ടോ. അവിടെ ഇപ്പം റെൻറ്റ് കൊടുത്തേക്കാണ്. നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന വീടാണ്. മഴ ഇല്ല വെച്ചെങ്കിൽ അവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ മഴയായിപ്പോയി. പിന്നെ അതുമല്ല നമുക്ക് ടൈമും ഉണ്ടായിരുന്നില്ല. ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ആ വീടൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒത്തിരി മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ ലില്ലിയില്ലേ, പണ്ടൊക്കെ ഇങ്ങനെ എല്ലാ വീട് വഴി ഉണ്ടാവും. ഇപ്പം അതിൻ്റെയൊക്കെ ട്രെൻഡ് പിന്നെയും വരികയെന്ന് തോന്നുന്നു. പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വരികയല്ലേ. അപ്പോൾ ചെടികളും ഒക്കെ അങ്ങനെ തന്നെ. പഴയ കാലത്തെ ചെടികൾ, ചേമ്പുകളൊക്കെ ഇപ്പം ഒത്തിരി ചേമ്പുകൾ വന്നിട്ടുണ്ടല്ലോ. അത് പണ്ടൊക്കെ ഇങ്ങനെ തോടിൻ്റെ വശത്ത് ഒക്കെ നിൽക്കുന്നതാണ്. അതൊക്കെ ഇപ്പോൾ ചട്ടികളിലാക്കി വീടിൻ്റെ അകത്തൊക്കെ വെച്ചേക്കും. എന്താ റംബൂട്ടാൻ കായ്ച്ച അതിങ്ങനെ പഴുത്ത് തന്നെയുള്ളൂ. പഴുക്കണേക്ക് മുമ്പ് അത് മഞ്ഞ കളറായിരിക്കും. പഴുത്ത് കഴിയുമ്പോൾ അതൊരു നല്ല റെഡിഷ് കളറായിട്ട് വരും. കാണാനും അത് കുലച്ച് നിൽക്കണ കാണാനും ഭംഗിയാണ്. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒത്തിരി വീടുകളിൽ കണ്ടായിരുന്നു. അമ്മച്ചി ഇതാ കാട്ടിക്കൂടിയൊക്കെ കയറി എന്തൊക്കെയാ പറിക്കാൻ പറ്റുന്നതെന്ന് നോക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. എടപ്പള്ളി എറണാകുളത്ത് തന്നെ ട്രെയിനിനാണ് കേട്ടോ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുന്നത്. ഇത് പണ്ടപ്പള്ളി ജംഗ്ഷനിലേക്കുള്ള വഴിയാണ്. ഇപ്പോൾ റോഡുകളൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതിലാണ് ഇപ്പോൾ ശബരിമലയ്ക്ക് പോണ ആൾക്കാരൊക്കെ പോണത്. പണ്ടപ്പള്ളി, ആരക്കുഴ, കൂത്താട്ടുകൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ എത്തിയിട്ടോ. ട്രെയിനിൽ തന്നെയാണ് തിരിച്ചു പോകുന്നത്. പെട്ടെന്നായിപ്പോയി ഞങ്ങളുടെ വിസിറ്റ്. ഇനി ഒക്ടോബറിൽ പൂജാ ഹോളിഡേ വരികയാണെങ്കിൽ പിന്നെയും പോകും കേട്ടോ. നമ്മൾ ഒക്ടോബറാണ് സാധാരണ പോവാറ്. പിന്നെ സമ്മർ വെക്കേഷനും. ഇത്തവണ എങ്ങനെയാണെന്ന് അറിയില്ല. വിസ്മയക്കും വൈഷ്ണവിൻ്റെ ഹോളിഡേ നോക്കിയിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.